ജബരാജ് ചട്ടിയിലായി, ഇവിടെയുള്ള അപ്പോസ്തലന്മാർ ഇനിയെന്ന്. அற்புதம் அதிசயம் இந்த ஆண்டு நடக்க போகுது. ദൈവമേ സത്യം, അങ്ങനെ അത്ഭുതവും അതിശയവും இந்த ആണ്ട് നടപ്പായിട്ടാണ്. ജോൺ ജബരാജ് പ്രവാചകനല്ല എന്ന് ഇനി ആരും പറയില്ലല്ലോ അല്ലേ? അത്ര കൃത്യമായിട്ടല്ലേ ഈ ആണ്ട് അത്ഭുതവും അതിശയവും ഒക്കെ ഉണ്ടാകുമെന്ന് പ്രവചിച്ച് കളഞ്ഞത്. പക്ഷേ സ്വന്തം കാര്യത്തിലാണ് ഇമാതിരി പണി വരുന്നതെന്ന് പക്ഷേ ജബരാജ് പ്രവാചകന് എന്തുകൊണ്ടോ മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. ഇവന്മാരുടെ പൈശാചിക കൂട്ടായ്മകളിൽ തുള്ളിച്ചാടാൻ പോകുന്ന മുണ്ണക്കുഞ്ഞാടുകൾ സ്വയം ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമാണ് ഇത്. പ്രവാചകന് എന്തുകൊണ്ട് തനിക്ക് നേരെ വരുന്ന ഇത്തരം കെണികൾ മുൻകൂട്ടി ദർശിക്കുവാൻ സാധിക്കുന്നില്ല എന്ന്. ജോൺ ജബരാജിനെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തുവെന്നും ഇയാൾ ഒളിവിൽ പോയി ഇയാളുടെ ചങ്കായ ടിജോ തോമസിന്റെ തട്ടുംപുറത്ത് കാണാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞ് ആദ്യം വാർത്ത നൽകിയത് i2 ന്യൂസ് ആയിരുന്നു. തമിഴ്നാട്ടിലെ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ ഈ വാർത്ത നൽകിയിരുന്നെങ്കിലും മലയാളത്തിലുള്ള ഒരൊറ്റ മാധ്യമം പോലും ആദ്യം ഈ വാർത്ത കൊടുത്തിരുന്നില്ല. എന്നാൽ ഇന്നലെ അറസ്റ്റ് ഉണ്ടായപ്പോൾ എല്ലാവരും വാർത്ത നൽകി. ഒടുക്കം കേരളത്തിൽ നിന്ന് തന്നെ ജബരാജിനെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മൂന്നാറിലെ ഒളിത്താവളത്തിൽ നിന്നായിരുന്നു ജോൺ ജബരാജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ ദിവസമായിരുന്നു കോയമ്പത്തൂർ കിങ്സ് ജനറേഷൻ മിനിസ്ട്രിയുടെ പാസ്റ്ററായ ജോൺ ജബരാജ് എന്ന 37-കാരനെ കോയമ്പത്തൂർ വോൾവുമൺ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിന് പിന്നാലെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ജുഡീഷ്യൽ കസ്റ്റഡിയിലും വിട്ടു. ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. 2024 മെയ്യിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കോയമ്പത്തൂരിലെ ഒരു വീട്ടിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങിനെത്തിയ 2 പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്നായിരുന്നു പരാതി. 17ഉം 14ഉം വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുഞ്ഞുങ്ങളായിരുന്നു ലൈംഗികാതിക്രമത്തിന് ഇരയായത്. സംഭവം നടന്ന് 11 മാസങ്ങൾക്ക് ശേഷമാണ് പെൺകുട്ടികളുടെ ബന്ധുക്കൾ പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ആത്മീയ കച്ചവടത്തിൽ ശ്രദ്ധേയനായ ഇയാൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വചനകൃഷി നന്നായി നടത്തി വന്നിരുന്ന ആളായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സും ഇയാൾക്കുണ്ടായിരുന്നു. പുതുതലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന ആട്ടവും പാട്ടുമൊക്കെയായി ഒരു ന്യൂജൻ ശൈലിയിലായിരുന്നു ഇയാളുടെ വചനകൃഷി. ഇയാളെ അനുകരിച്ചാണ് ഡെവിള്ളി ഫീസ്റ്റ് പൈശാചിക കൂട്ടായ്മയുടെ മുതലാളി തങ്കപ്പന്റെ മകൻ ക്രോണക്, അടൂർ ടിജോ തോമസ്, പതാക വറാൻ എന്നറിയപ്പെടുന്ന ഉണ്ടക്കുഞ്ഞുമോൻ, പാണ്ടന്താരു, കൊട്ടാരക്കരയിലെ അപ്പോസ്തലൻ ഒക്കെ തങ്ങൾക്ക് വഴങ്ങാത്ത ഡാൻസും ഡപ്പാങ്കുത്തും ഒക്കെയായി രംഗത്തിറങ്ങിയത്. ജബരാജിനെ അനുകരിച്ചവന്മാരാരും തകർന്നില്ല, എല്ലാവന്മാരും രക്ഷപ്പെട്ടു. അവസാനം പക്ഷേ ആശാൻ ചട്ടിയിലായി. സ്തോത്രം. ഇയാൾ മാസങ്ങളായി പോലീസ് അറസ്റ്റ് ഭയന്ന് പല സംസ്ഥാനങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. കോയമ്പത്തൂർ സെൻട്രൽ വോൾവുമൺ പോലീസ് സ്റ്റേഷനിലാണ് ഇയാൾക്കെതിരെയുള്ള FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടി കോയമ്പത്തൂർ സിറ്റി പോലീസ് പല സംഘങ്ങളെ വിന്യസിച്ചിരുന്നു. രാജ്യം വിട്ടു പോകാതിരിക്കുവാൻ ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു. നിലവിൽ പോക്സോ കേസ് മാത്രമാണ് ജബരാജിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ജബരാജ് മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരുന്നു. എന്നാൽ അതിനു മുമ്പ് തന്നെ അറസ്റ്റും നടന്നു. കേരളത്തിലായിരുന്നുവെങ്കിലോ എന്താകുമായിരുന്നു അവസ്ഥ? പോലീസിന് വേണ്ട സകല സംരക്ഷണവും ഒരുക്കി കൊടുക്കുമായിരുന്നു. വാർത്ത നൽകിയവർക്കെതിരെ, അതല്ലെങ്കിൽ പരാതി നൽകിയവർക്കെതിരെ പോക്സോ കേസ് ചുമത്തി അവരെ അറസ്റ്റ് ചെയ്ത് അകത്താക്കിയേനെ. കൊട്ടാരക്കരയിലെ അപ്പോസ്തലന്റെ കാര്യം തന്നെ ഒരു ഉദാഹരണം. തെളിവുകളടക്കം പരാതികൾ നൽകിയിട്ടും ആ തീവട്ടിയെ രക്ഷപ്പെടുത്തി. പരാതി നൽകിയവർക്കെതിരെ കേസുമെടുത്തു. പാച്ചർ, അപ്പോസ്തോലൻ അല്ലെങ്കിൽ പ്രവാചകൻ എന്നൊക്കെ പറഞ്ഞ് സ്വയം വിശേഷിപ്പിച്ച് കുടുംബം കലക്കൽ പരിപാടിയും വ്യഭിചാരവും സാമ്പത്തിക തട്ടിപ്പുകളും ഒക്കെ നടക്കുന്നവന്മാരുടെ പാദസേവകരായി ഇവിടെ നിൽക്കുന്നത് മന്ത്രിമാർ മുതലുള്ളവരാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ഇവന്മാരുടെ പൈശാചിക കൂട്ടായ്മകൾ കൂണുപോലെ തഴച്ചു വളരുന്നത്. ജബരാജ് കേരളത്തിലായിരുന്നുവെങ്കിൽ അവനൊന്നും സംഭവിക്കില്ലായിരുന്നു. സുപ്രീം കോടതിയിൽ പോയി അനുകൂല വിധിയുമായി വരുന്നതുവരെ അവന് വേണ്ടുന്ന സംരക്ഷണം ഒരുക്കി കൊടുക്കുമായിരുന്നു. കോയമ്പത്തൂർ പോലീസ് സത്യസന്ധമായി ഈ പരാതി ലഭിച്ച ഉടനെ അന്വേഷണം ആരംഭിച്ചതുകൊണ്ടാണ് ഈ തീവട്ടിയെ മൂന്നാറിലെ ഒളിത്താവളത്തിൽ നിന്നും നേരിട്ടെത്തി പൊക്കാൻ സാധിച്ചത്. ആത്മീയതയുടെ മറവിൽ കേരളത്തിൽ ഇത്തരം പീഡനങ്ങൾ നടക്കുമ്പോൾ ഇതിനെ ഇവിടെയുള്ള പെന്തക്കോസ്ത് നാമധാരികൾ എങ്ങനെയാണ് വെളുപ്പിക്കുവാൻ ശ്രമിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം.
ഇത് തങ്ങളുടെ പാച്ചർക്കെതിരെ ഉണ്ടായ പൈശാചിക പോരാട്ടമാണിതെന്നാണ് അവർ സമർത്ഥിക്കുവാൻ ശ്രമിക്കുന്നത്. ഇനി അതിനുള്ള ഒരു ഉദാഹരണവും നമുക്ക് കാണാം. പ്രായപൂർത്തിയാകാത്ത 2 പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ കോയമ്പത്തൂർ പോലീസ് കേസെടുത്തതും കഴിഞ്ഞ ദിവസം മൂന്നാറിൽ ഒളിവിൽ കഴിയുമ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതുമായ ജോൺ ജബരാജ് എന്ന ന്യൂജൻ പാസ്റ്റർക്ക് കട്ട സപ്പോർട്ടുമായിയാണ് IPC ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് എന്ന പെന്തക്കോസ്റ്റൽ സഭയുടെ യൂത്ത് സംഘടനയായ PYPA-യുടെ പ്രസിഡന്റും സഭയുടെ പാസ്റ്ററും കൂടിയായ ഷിബിൻ ശാമുവേൽ പിന്തുണ നൽകി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഷിബിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: പാസ്റ്റർ ജോൺ ജബരാജിന്റെ ശൈലികളോടും ഉപദേശ തലങ്ങളോടും യോജിപ്പില്ല. പക്ഷേ ഇപ്പോൾ നടക്കുന്ന സംഭവത്തിൽ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷ അനുഭവിക്കട്ടെ. പക്ഷേ FIR രജിസ്റ്റർ ചെയ്തു എന്നതുകൊണ്ടും അറസ്റ്റിലായി എന്നതുകൊണ്ടും കുറ്റക്കാരനാകണമെന്നില്ല. കുടുക്കിയതാകാൻ സാധ്യത ഏറെയാണ്. പ്രത്യേകിച്ച് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ ഒരിക്കലും രക്ഷപ്പെടില്ല എന്നതിനാൽ കൃത്യമായ ആസൂത്രണം ഇതിന്റെ പിന്നിൽ ഉണ്ടാകാം. അതുകൊണ്ട് കോടതി കുറ്റക്കാരൻ എന്ന് പറയുന്നതുവരെ നമ്മൾ തന്നെ വിധി കൽപ്പിക്കാതിരിക്കുക, വീഴ്ചകളെ ആഘോഷമാക്കാതിരിക്കുക. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തകർക്കപ്പെടില്ല, കർത്താവ് കൂടെ ഉണ്ടാകും. ജബരാജിന്റെ ശൈലികളോടും ഉപദേശതലങ്ങളോടും യോജിപ്പില്ല എന്ന് ആദ്യ വരികളിൽ പറഞ്ഞ ഈ മഹാൻ ഒടുക്കം പോക്സോ കേസിലെ പ്രതിക്ക് കർത്താവ് കൂടെ ഉണ്ടാകും എന്ന അവസാന വരികളിലെ ആ പ്രത്യാശ നാം കാണാതെ പോകരുത്. ഉപദേശത്തിൽ ഇവന് തന്നെ യോജിക്കുവാനാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ളവന് ദൈവം പീഡന വൈകൃതത്തിന് കൂട്ടുനിൽക്കുമോ? പാച്ചർക്ക് വേണ്ടി ന്യായീകരിച്ച IPC-യിലെ ഈ ഊത്തു നേതാവിന് ആ ഇരകളായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 2 വരി എഴുതുവാൻ പക്ഷേ പ്രാപ്തിയില്ലായിരുന്നു. പക്ഷേ പീഡിപ്പിച്ച് ഒളിവിൽ കഴിഞ്ഞ ആ കള്ളന് സപ്പോർട്ട് കൊടുക്കുവാൻ ഭയങ്കര ആത്മപ്രേരണയും. അകന്നു കഴിയുന്ന തന്റെ ഭാര്യയാണ് ഇതിനെല്ലാം പിന്നിലെന്ന് വാദിച്ച ജോൺ ജബരാജ് ആരോപണങ്ങളെയെല്ലാം നിഷേധിച്ചു. നിലവിൽ ഇരുവരുടെയും വിവാഹമോചനത്തിലുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ജോൺ ജബരാജ് തന്റെ അടിമവിശ്വാസികൾക്ക് വേണ്ടി അയച്ച ആ ശബ്ദ സന്ദേശത്തിന്റെ പ്രസക്ത ഭാഗം നമുക്കൊന്ന് കേൾക്കാം. ഈ ഓഡിയോയുടെ മുഴുവൻ ഭാഗവും ഡിഫൻഡറിൽ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച നൽകിയിട്ടുണ്ട്. ஒரு பெண் பிள்ளையை தாக்கி அசிங்கப்படுத்தி அவமானப்படுத்தி சபையை விட்டு வெளியேற்றணும்னு நினைச்சாங்களோ அந்த பெண்ணின் குடும்பத்தோடு எங்கள் குடும்பம் பேசிவிட்டார்கள். ஒருவேளை இது டிவோர்ஸ் ஆனால் என்ன செய்யலாம், நம்ம அடுத்த திருமணத்தை நம்ம செய்து கொள்ளலாம், அது வரைக்கும் நமக்குள்ளே இது இருக்கட்டும்னு சொல்லி நாங்கள் உள்ளதான் பேசி வச்சிருந்தோம். அப்போ என்னோட சபையில் சில வாலிபர்கள் ரொம்ப க்ளோஸாக இருப்பாங்க. அதில் குறிப்பாக ஒரு நபர் வந்து எனக்கு அடிக்கடி என் கூட வெளியில் டிரைவராக வருவார், கார்லாம் ஓட்டுவார். நான் அவங்க பேரை சொல்லலாமா வேண்டாமான்னு யோசிச்ச போது என் மனசாட்சி சொன்னிச்சு, நீ ஒரு நாள் அதை காண்பித்து கொடுக்காத, கர்த்தர் பார்த்து கொள்வார், ஆண்டவர் இதை செய்வார். நான் இந்த ஆடியோவுடைய முடிவில் என்னென்ன சில காரியங்களை கர்த்தர் ஏற்கனவே செய்ய ஆரம்பித்து விட்டார் என்பதை நான் சொல்றேன். அது நிச்சயமாய் உங்களுக்கு தெரிய வரும். அப்போ நாங்கள் குடும்பமாய் ஆல்ரெடி இதை பேசி முடித்ததுனால நாங்கள் சேர்ந்து வெளியே போவதுண்டு, தனியில் சேர்ந்து வெளியே போவதுண்டு. போகும் பொழுது ஒரு அக்கேஷன்ல என் கூட 5-6 ஃபேமிலிஸ் இருக்கிறாங்க. எல்லாருமே பொது இடத்துல இருக்கும் பொழுது ஒரு பர்த்டே ஃபங்க்ஷன்ல நான் எதேர்ச்சியாக கொடுத்த ஒரே ஒரு முத்த காட்சி, அது ஒன்றும் இல்லை, ஒரு ரொம்ப ஃபார்மல் கிஸ். அது நீங்கள் வந்து இது கொச்சையா வந்து எனக்கு தெரியும், இதை வந்து நிறைய பேர் யூடியூப்ல டைட்டில்லாம் போடுவீங்க. நீங்கள் போட்டாலும் எனக்கு பிரச்சனை இல்லை. ஏன்னா நான் மறுபடியும் இதை வந்து நானே என்னுடைய சேனலில் இந்த வீடியோ நான் போடுறேன். இது போட்டதுக்கப்புறம் நிறைய பேருக்கு பதில் தெரியும். அந்த வீடியோவை என் டிரைவர் கையில் வச்சிருக்கிறார். பிரியமானவர்களே, இந்த பிரச்சனை ஒரு பக்கம் போயிட்டு இருக்கும்போது எதிர்த்தரப்பினர்ல இருந்து என் சைடில் இருந்த சில வாலிபர்கள் அவங்க பக்கத்தில் போகிறாங்க. காரணம் எல்லாமே எங்க கூட க்ளோஸாக தானே இருந்தாங்க. இருக்கும்போது அதில் ஒரு வாலிப தம்பி இருக்கான். அவங்க அப்பா வந்து ஒரு சர்ச்சு பாஸ்டர். அவர் அடுத்து நான் இந்த ஆடியோ இதோட முடியாது, 2-3 ஆடியோஸ் நான் போடுவேன். அதில் சில ஆடியோஸ் வந்து நான் இந்த துரோகம் செய்த சில வாலிபர்களுடைய அப்பா அம்மா கிட்ட நான் நேரடியாக பேச போகிறேன். பேசி இது எப்படிப்பட்ட சாபத்தை கொண்டு வரும், இது எப்படிப்பட்ட காரியத்தை வந்து உங்க பிள்ளைகள் செய்திருக்கிறாங்க, நான் நேரடியாகவும் யூடியூப்ல நான் பேசுவேன். பட் ஒரு நாளும் பேர் சொல்ல மாட்டேன். அவங்க எல்லாம் கூட சேர்ந்துட்டு எப்படியாவது என்னை பழி வாங்க வேண்டும், என்னை தீர்த்து கட்ட வேண்டும் என்று என்னை ஒரு இது பண்றாங்க. அப்ப நீங்க யோசிப்பீங்க, எதுக்கு அவங்கள பழி வாங்குறாங்க? அவர்கள் சில காரியத்துல மாட்டி நான் அதை எங்களுக்குள்ளேயே பேசி முடிச்சோம். ஆனா நான் அதை வெளியே சொன்னதாக அவர்களிடத்தில் போய் யாரோ சொல்லிட்டாங்க. அதுவும் இந்த நபராகத்தான் இருக்கும் என்று எனக்கு இப்ப எல்லாம் சந்தேகம் வருகிறது. கடைசியில் அவங்க ஒரு டீமா சேர்றாங்க. இவங்க எல்லாம் சேர்ந்து இந்த ஒரு வீடியோ மட்டும் தான் அவங்க சைட்ல இருக்குது. என் கூட டிரைவரா இருந்த இந்த தம்பி
கொஞ்ச நாளில் நம்ம அசோசியேட் கூட போய் சேர்றாரு. ஏன் சேர்றாருன்னா இன்னொரு பிரச்சனையை அவங்க கிளப்புறாங்க. எனக்கும் வேற ஒரு பெண்ணுக்கும் தொடர்புன்றது. அதுக்கு ஒரு ஆதாரம் கிடையாது, ஒரு சாட்சி கிடையாது. அந்த பொண்ணும் அதுக்கு ஒத்துக்கல, நானும் அதுக்கு ஒத்துக்கல. ஒரு வாட்ஸ்அப் மெசேஜோ ஒரு கால்ஸோ ஒன்றும் கிடையாது. ஆதாரமற்ற ஒரு பெரிய அபாண்டமான ஒரு பழியை என் மீதும் அந்த பெண் மீதும் போடுறாங்க. இன்ஃபேக்ட் நான் தான் அவங்க 2 பேருக்கும் கல்யாணம் பண்ணி வச்சேன். நான் தான் அவங்க கூட நின்று எல்லாம் பண்ணியிருக்கிறேன். அவங்க என்னை அப்பான்னு தான் கூப்பிடுவாங்க. அந்த பெண்ணோட என்னை தொடர்பு பேசின உடனே நான் இமீடியட்டாக நான் அவங்க வீட்டில், அந்த பையன் பொண்ணு வீட்டில் தான் நான் தங்கியிருந்தேன் கொஞ்சம் நாட்கள், கொஞ்சம் மாதங்கள் கூட சொல்லலாம். நான் தனியாக இல்லை, அந்த வீட்டில் பெரியவர்களும் தங்கியிருந்தார்கள். இந்த குற்றச்சாட்டு வந்த அன்னைக்கே நான் அந்த வீட்டை காலி பண்ணிட்டு நான் வெளியே வந்துட்டேன். அவருடைய ரெக்கமெண்டேஷன் இல்லாமல் கிருபையால மாத்திரம் மேலே வந்து இத்தனை ஆண்டுகள் கஷ்டப்பட்டு ஊழியத்தில் மேலே வந்து உலகத்துக்கே ஆசீர்வாதமாக இருக்கிற ஒரு பிள்ளைய உங்கள் மகன் மனசாட்சி இல்லாமல் கொண்டிருக்கிறான். அது உங்களுக்கு கேட்கணும், உங்களுக்கு புரியணும். சாபத்தை சம்பாதிச்சு வச்சிருக்கிறீங்க நீங்க. மக்களுக்கு நான் சொல்றேன், அன்னைக்கு அந்த பிரச்சனை நடக்கும்போது கூட இருந்த எல்லாரும் அநேக ஆதாரமற்ற குற்றச்சாட்டுகள் அவங்க வந்து காண்பிச்ச இந்த ஒரு வீடியோ தான், ஆனால் நிறைய வச்சிருக்கோன்னு சொன்னாங்க. எங்க வச்சிருக்கிறீங்க? ரிலீஸ் பண்ணுங்கடா. நீங்க உங்க கையில இல்லைன்னு தெரியும். இந்த ஒரு வீடியோ வச்சுட்டு இன்னும் நிறைய இருக்கு. யாரு நீங்கெல்லாம் நிறைய வச்சு நீங்க காண்பிக்காத ஆட்களா? மனசாட்சி இல்லாதவனடா நீங்கெல்லாம். உங்க மேல இம்பார்ட்டேஷன் வச்சு உங்களை போற இடத்துக்குலாம் நான் கார்ல கூப்பிட்டு போய் சாப்பாடு வாங்கி கொடுத்து என் கூட ஸ்டார் ஹோட்டல்ல தங்க வச்சு எனக்குரிய மரியாதை உங்களுக்கு கொடுத்து எத்தனையோ மீட்டிங்ல எனக்கு போட்ட சால்வை உங்களுக்கு நான் போட்டு உங்களை கூட வச்சு ஊழியத்தில் நான் படிச்சு கொடுத்து எப்படி பிரசங்கம் பண்ணணும், எப்படி அனாயிண்டிங்ல நடத்தணும், எப்படி டெலிவர் பண்ணணும், எப்படி ஹீல் பண்ணணும் நான் சொல்லி கொடுத்தே நீங்க எனக்கு கொடுத்த பாடம் தானடா. அப்ப இவ்வளவு நாள் நீங்க என் கூட இருந்து என் காசு பணம் என் பேர் புகழ் தான் உங்களுக்கு அவ்வளவு எரிச்சலை உண்டு பண்ணிருக்கு, உங்களுக்கு பொறாமை உண்டு பண்ணிருக்கு. அப்படித்தானே? என் முகத்திலே முடிச்சிடாதீங்க நீங்க யாரும். ஆண்டவர் உங்களை பார்த்துக்கிடுவாரு. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.